ഞാൻ രാവിലെ കാന്താരി പറിക്കാൻ വന്നതാട്ടോ പറമ്പിലേക്ക്. അപ്പോൾ ഓർത്തു അതൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. ഇതിനെ ശരിക്കും പറമ്പെന്നൊക്കെ പറയാമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ആകെ കുറച്ച് സ്ഥലമുള്ളൂ, അതിൽ വീട് കഴിഞ്ഞിട്ടുള്ള ബാക്കി സ്ഥലം അവിടെയാട്ടോ ഇതൊക്കെ വെച്ചേക്കുന്നത്. ഇത് വെള്ളക്കാന്താരിയാണ്. ഇത് നമ്മൾ കുറേ പറിച്ചത് കഴിയാറായി, ഇതിൽ കുറച്ചേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ നട്ട മാംഗോസ്റ്റിനാണ് കേട്ടോ. ഇത് കായൊന്നും ഉണ്ടായിട്ടില്ല, ഇങ്ങനെ പൊങ്ങി വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചക്കയെല്ലാം തീർന്ന് കണ്ടില്ലേ, പ്ലാവിലെ എല്ലാം തീർന്ന്. ഇനി ഈ ഒരു കുഞ്ഞിച്ചക്ക, ആ ഒരു ചക്ക മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ പറമ്പ് തീരുന്നതിന്റെ ബാക്കില് ചെറിയൊരു തോടാണ് കേട്ടോ, ചെറിയൊരു തോട്. ഇച്ചിരി വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ റംബൂട്ടാൻ, നമ്മുടെ വേറൊരു റംബൂട്ടാനാണ്. നമുക്ക് 2 ഉള്ളത്, അതിൽ 2ാമത്തെയാണ്. ഇതിൽ കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഇതിൽ കായ ഉണ്ടായേ, ഇതിപ്പോൾ 2ാമത്തെ തവണയാണ്. പിന്നെ ഇത് നാരകമാണോ ഓറഞ്ചാണോ എന്നറിയത്തില്ല. നാരകവും നട്ടിട്ടുണ്ട്, ഓറഞ്ചും നട്ടിട്ടുണ്ട്, അതിലേതോ ഒന്നാ. ഇത് പിന്നെ ഒരു മാവാ കേട്ടോ. ഇത് എന്തോ ഒരു ഫ്രൂട്ടിന്റെ പ്ലാന്റാന്നും പറഞ്ഞ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാ. നമ്മളിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്ത് ഫ്രൂട്ടാന്ന് അറിയത്തില്ല, കല കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. ഇത് നമ്മുടെ വീടിന്റെ അപ്പുറത്തെ സൈഡാ കേട്ടോ. ഇവിടെ ഒരു കാന്താരി ഉണ്ട്, അപ്പൊ അത് പറിക്കാൻ വേണ്ടി ഞാൻ ഈ സൈഡിലോട്ട് വന്നാണ്. നമ്മുടെ വഴുതനങ്ങ ചെടി, നമുക്ക് ആ ഈ ഒരു വഴുതനങ്ങ ആയേ ഉള്ളൂ. നിറച്ച് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ ഇച്ചിരി കുറവാ. ഈ കാന്താരി ചെടി നമ്മളിവിടെ വീട് വെച്ച സമയത്ത് തന്നെ ഉണ്ടായി വന്നത്. ഇതിനിപ്പോ 2-3 വർഷമായിട്ട് ഇതിൽ ഇങ്ങനെ കാന്താരി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത് പോകുന്നുമില്ല, ഇങ്ങനെ തന്നെ നിപ്പുണ്ട്. നിറയെ കാന്താരിയാട്ടോ. ഇതിലൊത്തിരി ഉണ്ട്. ഇത് മുഴുവൻ പഴുത്ത് നിൽക്കുക. അപ്പം ഞാൻ അതിൽ നിന്ന് പഴുത്തത് നോക്കി കുറേ പറിച്ചെടുത്തു. ഇതൊരിപ്പോൾ ഒരു മരം പോലായിട്ടുണ്ട്. ഇതിനെ കാന്താരി ചെടിയെന്ന് പറയാമോന്ന് അറിയത്തില്ല, ഒരു ചെറിയ മരം പോലായിട്ടുണ്ട്. അങ്ങനെ